إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി അനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പ്രിയപ്പെട്ടവരെ, റമദാൻ എന്നൊരു പുണ്യമാസത്തിന്റെ ആദ്യത്തെ പകുതി നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ റമദാൻ വരാനിരിക്കെ റമദാനിനെ വരവേൽക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ റമദാനിന്റെ ദിനരാത്രികളെ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത്, എന്റെ പ്രവർത്തനങ്ങൾ ഏതു രൂപത്തിലായിരിക്കണം, അതിന്റെ ചിട്ടകൾ ഏതു രൂപത്തിലായിരിക്കണം എന്നുള്ളതെല്ലാം ഞാനിങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്തിരുന്ന ദിവസങ്ങളുണ്ട്. അവിടെ റമദാനിന്റെ നോമ്പിന്റെ വിധി വിലക്കുകൾ എന്ത്, റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു മാസത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള പ്രതിഫലങ്ങൾ എന്ത് എന്നുള്ളതെല്ലാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് റമദാനിനെ വരവേറ്റിരുന്നൊരു ദിനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ദിനങ്ങളിൽ റമദാനിനെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ഞാൻ ഒരുപാട് ചിട്ടകളെ ഞാൻ അന്ന് മനസ്സിൽ കണ്ടിരുന്നു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ആദ്യത്തെ പകുതി ഇവിടെ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ഞാൻ അന്ന് പ്ലാൻ ചെയ്ത എന്റെ ആരാധനാ കർമ്മങ്ങൾ, എന്റെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങളും എന്റെ ബാക്കിയുള്ള ചിട്ടകളും കാര്യങ്ങളുമെല്ലാം ആദ്യത്തെ 5-ലോ ആദ്യത്തെ 8-ലോ ആദ്യത്തെ 10-ലോ കൃത്യമായി കൊണ്ട് കടന്നുപോയിട്ടും ശേഷം അതിനെന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്ലാൻ ചെയ്തതുപോലെ, ആ ആഗ്രഹിച്ചതുപോലെ, ആ തീരുമാനിച്ചതുപോലെ ഇന്നെന്റെ റമദാനിന്റെ ദിനങ്ങൾ പോകുന്നില്ല എന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, നമുക്കിനിയും ഉണരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഈമാനികമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനിനെ കുറിച്ച് പഠിപ്പിച്ചത് അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ എന്നുള്ളത് കുറയുകയും കൂടുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ റമദാൻ എന്ന് പറയുന്ന ഒരു സുവർണാവസരം നമുക്ക് വന്നെത്തിയിട്ട് നമ്മുടെ ചില തിരക്കുകൾ കാരണം
നമ്മുടെ ബാക്കിയുള്ള ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് റമദാനിൽ നിന്ന് അശ്രദ്ധമാകുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി ഒരു പകുതി കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അല്ലേ? അവിടെ ഒരു ഊന്നൽ കൂടി നമ്മൾ നൽകിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്, റമദാനിന്റെ ആദ്യത്തെ ദിനങ്ങളിൽ, റമദാൻ തുടങ്ങുന്നതിന്റെ മുന്നേ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, കാരണം അത് റബ്ബിന് ഇഷ്ടമുള്ളതല്ല. ഈ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് റബ്ബിന്റെ തൃപ്തിക്കെതിരാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് റമദാൻ തുടങ്ങുന്നൊരു സാഹചര്യത്തിൽ ആ പറയുന്ന ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ആ മാറ്റിവെച്ച ഹറാമുകൾ എന്റെ ജീവിതത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമദാൻ തുടങ്ങി വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിടുമ്പോൾ, നരകത്തിന്റെ കവാടങ്ങൾ അടച്ചിടുമ്പോൾ, എല്ലാ മോശമായിട്ടുള്ള ജിന്നുകളെയും ശൈത്താനുകളെയും ചങ്ങലകളിൽ ബന്ധിക്കുമെന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചപ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തിന്മകളിലോട്ടുള്ള പ്രേരണ ശൈത്താനാണ് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, എന്നെ തിന്മകളിലോട്ട് നയിക്കുന്നത് ശൈത്താനാണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, വീണ്ടും ഹറാമുകൾ, വീണ്ടും തിന്മകൾ, പാടില്ലാത്ത കാര്യങ്ങൾ, റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വീണ്ടും 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 സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ നഫ്സിൽ നിന്നുള്ളതാണ്, അല്ലേ? ആ പറയുന്ന തിന്മകളിലോട്ടുള്ള തേട്ടം, ആ പറയുന്ന ഹറാമുകളിലോട്ടുള്ള തേട്ടം എന്റെ നഫ്സിന്റെ ഉള്ളിൽ നിന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ നഫ്സിനെ ശുദ്ധീകരിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല റമദാനിനെ നമുക്ക് തന്നിട്ടുള്ളത്. ഈ റമദാൻ ഒന്ന് കടന്നു പോയിട്ടും എന്റെ നഫ്സ് ശുദ്ധിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ, വീണ്ടും തിന്മകൾ കൊണ്ടും ശഹവത്തുകൾ കൊണ്ടും എന്റെ മനസ്സ് വീണ്ടും കറ പിടിച്ചൊരു കോലത്തിലാണ് എന്നുണ്ടെങ്കിൽ, എന്തൊരു പരാജയമാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഈ ഒരു റമദാൻ കഴിഞ്ഞിട്ടും നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ശൈത്താനുകളെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടും എന്റെ തിന്മകളിലോട്ടുള്ളൊരു പ്രേരണയുടെ സ്രോതസ് എന്ത് എന്ന് മനസ്സിലാക്കി അതിനെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ ശുദ്ധീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലേ? പണ്ഡിതന്മാർ ആ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ജീവിതത്തിൽ ഈമാനിന്റെ ഒരു മാധുര്യം അനുഭവിക്കണം എന്നുണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. അവിടെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം, ഒരു മനുഷ്യന് പനി വന്നു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ആ രൂപത്തിലുള്ള ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, അവന് എത്രയേറെ ഇഷ്ടമുള്ള ഭക്ഷണമാണ് എന്നുണ്ട് എങ്കിലും അതവന് നാവിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലവന് രുചി തോന്നുകയില്ല എന്നുള്ളതാണ്, അല്ലേ? നമുക്കൊരു പനി ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയേറെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് എന്നുണ്ടെങ്കിലും അത് നാവിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രുചി അറിഞ്ഞത് ഭക്ഷിക്കാൻ നമുക്ക് സാധിക്കാറില്ല. കാരണം ആ പനി എന്നുള്ളത് ആ രുചിയെ എടുത്തു കളയും എന്നുള്ളതാണ്. പണ്ഡിതന്മാര് ഇതിനെ ഉദാഹരണമാക്കിക്കൊണ്ട് പഠിപ്പിച്ചു തരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കണം എന്നുണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ഈമാനിന്റെ മാധുര്യത്തെ ഈ തിന്മകൾ എടുത്തു കളയും. ഏതുപോലെ ഒരു പനി ബാധിച്ചൊരു മനുഷ്യന് തന്റെ പ്രിയപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴും രുചിയില്ലാത്തതുപോലെ ഒരു വിശ്വാസിയായിക്കൊണ്ട് നിലകൊണ്ടിട്ടും ആ വിശ്വാസിയായത് കൊണ്ട് ലഭിക്കേണ്ട ഒരു ആസ്വാദനവും ആ വിശ്വാസിയായിക്കൊണ്ട് ലഭിക്കേണ്ട ഒരു അനുഭൂതിയും ജീവിതത്തിൽ അവൻ അനുഭവിക്കാതെ പോകുമെന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഈമാനിന്റെ മാധുര്യത്തിൽ കഴിഞ്ഞു പോകേണ്ട ഈ റമദാൻ, ആ ഈമാനിന്റെ അനുഭൂതിയിൽ കടന്നു പോകേണ്ട ഈ റമദാനിലും തിന്മകൾ സംഭവിക്കുമ്പോൾ
എന്റെ ജീവിതത്തിൽ റമദാൻ വന്നെത്തിയത് കൊണ്ടോ ഇബാദത്തുകൾ ചെയ്യുന്നത് കൊണ്ടോ റബ്ബുമായിട്ടുള്ള ഒരു സാമീപ്യം സൃഷ്ടിക്കുന്നത് കൊണ്ടോ എന്റെ മനസ്സിനൊരു ആസ്വാദനമോ എന്റെ മനസ്സിനൊരു അനുഭൂതിയോ അനുഭവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഒരു മനസ്സിൽ നിലകൊള്ളുക ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിന്മകളോടുള്ള തേട്ടവും മനസ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയും ഈമാനിന്റെ മാധുര്യവും ഒരേ മനസ്സിൽ നിലകൊള്ളുമോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും തന്നെ ഇല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്റെ ലക്ഷ്യം പരലോകമാണ് എന്നുണ്ടെങ്കിൽ, എന്റെ ലക്ഷ്യം റബ്ബിനെ കണ്ടുമുട്ടലാണ് എന്നുണ്ടെങ്കിൽ, എന്റെ ലക്ഷ്യം സ്വർഗമാണ് എന്നുണ്ടെങ്കിൽ, എന്റെ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ മനസ്സിൽ ഈ രൂപത്തിലുള്ള തേട്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ റമദാൻ നമുക്കൊരു സുവർണ അവസരമാണ്. അതിന്റെ ഒരു ആദ്യത്തെ പകുതി നമ്മളിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ വീണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചില തിന്മകൾ എന്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ എന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് എന്റെ നഫ്സിന്റെ, എന്റെ മനസ്സിന്റെ ഒരു രോഗത്തിന്റെ ഭാഗമായിക്കൊണ്ട് എന്റെ നഫ്സിനെ റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റാത്തതിന്റെ ഒരു ദുർബലത മൂലം ഉണ്ടാകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ ആ രൂപത്തിൽ ക്രമീകരിക്കാൻ നമ്മളൊന്ന് തയ്യാറാകേണ്ടതുണ്ട്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തൻ്റെ ഇച്ഛകൾക്കെതിരെ, തൻ്റെ ഇച്ഛകളിൽ നിന്ന് നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നത്? പണ്ഡിതന്മാർ ആ ഒരു വിഷയത്തിൽ ഒരുപാട് വഴികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെ, ആദ്യമായി കൊണ്ട് പണ്ഡിതന്മാർ അതിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇന്ന മിമ്മാ അദറക അന്നാസു മിൻ കലാമിൻ നുബുവ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. നുബുവത്ത് വന്നതിന് ശേഷം എല്ലാ ആളുകൾക്കും മൊത്തത്തിൽ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. നിനക്ക് ലജ്ജയില്ല എന്നുണ്ടെങ്കിൽ, നീ ലജ്ജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളൂ, എന്ത് വേണേലും ചെയ്തോളൂ എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാം, ഒരു മനുഷ്യനെ അവന്റെ തെറ്റുകളിൽ നിന്നും, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും മാറ്റി നിർത്തുന്നത് ലജ്ജയാണ് എന്നുള്ളതാണ്. അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നാം ലജ്ജിക്കുന്നത് കൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ലജ്ജിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് മോശമായിട്ടുള്ള പ്രവർത്തികളെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഇല്ലേ? അത് മോശപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ കാണിക്കെ ഞാൻ അതിനെ ഒഴിവാക്കുന്നുണ്ട്, ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒറ്റക്കാവുന്ന വേളകളിൽ ഞാൻ അത് ചെയ്യുന്നുമുണ്ട്. കാരണം ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞാൻ അതിനെ ലജ്ജിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ പറയുന്നു, യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവരൊന്നും മറച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് ഈ പറയുന്ന തെറ്റുകളെ മറച്ചു വെക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ലജ്ജയുണ്ടാകേണ്ടത് എന്റെ റബ്ബ് അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന വിഷയത്തിലാണ്. ജനങ്ങൾ അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ളൊരു വിഷയത്തിൽ ഞാൻ ഏറെ ശ്രദ്ധ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ, ലജ്ജിക്കുന്നുണ്ട് എങ്കിൽ, എന്നെ ഏത് സമയവും സകല സമയവും കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുത്തന് സാധിച്ചാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, അതാണ് അവൻ ആദ്യത്തെ ശക്തി എന്നുള്ളത്. അതെ, എന്റെ റബ്ബ് എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എവിടെയാണ് എങ്കിലും, ഞാൻ ഏതൊരു സാഹചര്യത്തിലാണ് എങ്കിലും, എത്ര തന്നെ അടച്ചിട്ട മുറിക്കുള്ളിലാണ് എന്നുണ്ടെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്ന് ഉള്ളൊരു ബോധം അവനുണ്ട് എങ്കിൽ
ആ റബ്ബിനോടുള്ള ലജ്ജ കൊണ്ടെങ്കിലും അവൻ ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന നമ്മൾ, തെറ്റുകളെ ജനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന നമ്മൾ, ഒറ്റക്കാകുമ്പോൾ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ, റബ്ബ് മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിൽ നിലകൊള്ളുമ്പോൾ ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു റമദാൻ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ ആ ഒരു വിഷയത്തിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്താൻ, അവന്റെ തിന്മകളിൽ നിന്ന് അവന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന മറ്റൊരു ചിന്ത എന്നുള്ളത് എന്റെ അന്ത്യം ഏതു രൂപത്തിലാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധമാണ്, അല്ലേ? ഞാൻ ഏതെങ്കിലും ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നൊരു സാഹചര്യം എനിക്ക് വന്നാൽ അത് എത്രയേറെ ഒരു മോശമായിട്ടുള്ള ഒരു അന്ത്യമായി കൊണ്ടാണോ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതെങ്കിൽ ആ പറയുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കും ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി എന്നുള്ളതാണ്. കാരണം അവിടെയും എന്റെ ലക്ഷ്യം എന്നുള്ളത് പരലോകമാണ്, എന്റെ ലക്ഷ്യം എന്നുള്ളത് സ്വർഗമാണ്, എന്റെ ലക്ഷ്യം എന്നുള്ളത് റബ്ബിനെ കണ്ടുമുട്ടലാണ് എന്നുള്ളത് കൊണ്ട് ആ റബ്ബിന്റെ അടുക്കലോട്ട് പോകുന്ന ഒരു യാത്രയിൽ ഞാൻ അവസാനമായി ചെയ്തത് റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാകുന്ന ഒരു സാഹചര്യത്തിൽ അത് പ്രിയപ്പെട്ടവരെ വളരെ ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ട് എന്റെ മരണം ഏതൊരു സാഹചര്യത്തിൽ വന്നു ചേരും എന്നുള്ളത് നമുക്കാർക്കും ഗ്യാരണ്ടി ഒന്നും ലഭിച്ചിട്ടില്ല. എന്ന് ഏത് മിനിറ്റിൽ ഏത് സെക്കൻഡിൽ ഞാനത് ഇങ്ങനെ അങ്ങ് ഇല്ലാതെയാകുമോ എന്നുള്ളത് അതില്ല എന്ന് വിശ്വസിക്കാൻ എന്റെ പക്കൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു ജീവിതം ജീവിക്കുമ്പോൾ, ഞാൻ ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കെ റബ്ബിന്റെ അടുക്കിലോട്ട് മടങ്ങേണ്ടി വരുമോ എന്ന് പറയുന്നൊരു ബോധമാണ് അവനെ തിന്മകളിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നുള്ളത് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, അല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാർക്കെല്ലാം ഒരു പ്രത്യേക ചിന്തയുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് ബേജാറാകുന്ന ഒരു മനുഷ്യൻ, നാളെ എന്താകും എന്നുള്ള കാര്യത്തിൽ, സാമ്പത്തികമായിക്കോട്ടെ കുടുംബത്തിന്റെ കാര്യമായിക്കോട്ടെ, അവനവന്റെ ജീവിതത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ഉന്നതികളിൽ എത്താത്തത് കൊണ്ട് അവൻ വിഷമിക്കുന്ന ഒരു മനസ്സിൽ അവൻ ഒരുപാട് ബേജാറാകുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, എനിക്ക് വരാനുള്ള ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മാർഗം വന്നു ചേരുമോ ഇല്ലയോ എന്നുള്ള ഓരോ വിഷയത്തിൽ ഒരു മനുഷ്യൻ ബേജാറാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് റബ്ബിനെ കാണുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് എന്നുള്ളത് ഒരു മനുഷ്യനും അറിയുകയില്ല എന്നുള്ളത്, അല്ലേ? ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മനുഷ്യനും പ്രത്യേകിച്ചൊരു ബേജാറും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, അതില്ല, അതിപ്പോഴില്ല, അത് ഇന്നെന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല, നാളെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, അതിനി ഒരുപാട് ദിനങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞൊരു റമദാൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു റമദാനിലോട്ട് എത്തുമെന്നുള്ളത് പ്രതീക്ഷിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ മരണം സംഭവിക്കുക എന്നുള്ളതിനൊരു പ്രായമോ ഒരു ആരോഗ്യമോ ഒരു സമ്പദ് വ്യവസ്ഥയോ ഒരു മാനദണ്ഡമോ ഇല്ല എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമായിരിക്കെ, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ അത് ആലോചിക്കുമ്പോൾ അതെനിക്ക് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ചിന്തയോ അതിനെക്കുറിച്ചൊരു ആവലാതിയോ എനിക്ക് തോന്നുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ശൈത്താൻ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഒരു മടങ്ങിപ്പോക്ക് സംഭവിക്കുക എന്നുള്ളത് ഏതൊരു സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ
ഏതൊരു സാഹചര്യത്തിലും അത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ റബ്ബ് പറഞ്ഞതിനനുസരിച്ച് മാത്രമേ ജീവിക്കുകയുള്ളൂ. റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് സദാസമയവും ഞാൻ വിട്ടുനിൽക്കുമെന്ന് തീരുമാനിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇനി അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചാൽ തന്നെ ഉടനടി അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് റബ്ബിലോട്ട് മടങ്ങാൻ അവൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അവനവന്റെ ഇച്ഛകളെ ഒരുപാട് സംരക്ഷിക്കാനും പിടിച്ചു നിർത്താനും സാധിക്കും എന്നുള്ളതാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ റമദാൻ നമ്മൾ കൈവിടാതിരിക്കേണ്ടത്. ഈ ഒരു റമദാനിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശീലനം എന്നുള്ളത് റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഇതിനെ പിടിച്ചു നിർത്താൻ തന്നെയാണ്, അല്ലേ? മുന്നിൽ ഭക്ഷണമുണ്ട്, മുന്നിൽ വെള്ളമുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിലിരിക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ഫജ്ർ മുതൽ മഗ്രിബ് വരെ അത് നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു ദിനത്തിലാണ് ഞാൻ കഴിഞ്ഞു കൊള്ളുന്നത് എന്നുള്ളത് കൊണ്ടൊന്ന് മാത്രം ഞാൻ അതിനെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സമയത്തിന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി കൊണ്ടും ഞാൻ നിർവഹിക്കേണ്ടത്. ഇന്ന് ഞാൻ എൻ്റെ ഭക്ഷണപാനീയങ്ങളെ മറ്റു കാര്യങ്ങളെയുമെല്ലാം നോമ്പുകാരനാണ് എന്നുള്ളത് കൊണ്ട് മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ സദാസമയവും ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ളത് കൊണ്ട് മാറ്റിവെക്കേണ്ട ഒരുപാട് തിന്മകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു രൂപത്തിൽ നമ്മുടെ ജീവിതം നയിക്കാനുള്ള ഒരു പരിശീലനമാണ് ഈ റമദാൻ നമുക്ക് തരുന്നതെങ്കിൽ ഈ ഒരു റമദാനിനെ കൂടിയും ഞാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആദ്യത്തെ പകുതി നമ്മളിൽ നിന്ന് വിട പറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പകുതി കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ കൂടി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായി പോകും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പരമാവധി അനുസരിച്ച് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ റമദാനിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ റമദാൻ എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് വിജയം നൽകിയിട്ടുള്ളൊരു മാസമാണ്. ബദറിന്റെ യുദ്ധവേളയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകിയത് ഈ ഒരു മാസത്തിലാണ്. അതിനുശേഷം മക്കം ഫത്ഹ് സംഭവിക്കുന്നതും ഈ ഒരു റമദാനിന്റെ മാസത്തിലാണ്, അല്ലേ? ഈ ഒരു റമദാൻ എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് റബ്ബിന്റെ പ്രീതി നേടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിജയവും സഹായവും ലഭിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഒരു റമദാൻ മാസം എന്നുള്ളത്. അങ്ങനെയുള്ളൊരു മാസത്തിൽ ഹിജ്റ 2-ാം വർഷം റമദാനിന്റെ 17-ാം തീയതി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബുവത്തിന് ശേഷം ആദ്യമായി കൊണ്ടൊരു യുദ്ധം സംഭവിക്കുകയാണ്. അവിടെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് തേടാൻ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രം ആക്രമിക്കപ്പെടുന്ന ഒരു സമുദായം, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുകയുള്ളൂ എന്ന് തീരുമാനമെടുത്ത ഒരു കൂട്ടം ആളുകളെ വധിക്കുവാനും അവരെ ഇല്ലാതാക്കാനും ഉന്മൂലനം ചെയ്യുവാനും തീരുമാനിച്ചിറങ്ങുന്ന ഒരു സമൂഹം അപ്പുറത്ത് നിലകൊണ്ടപ്പോൾ
അവരിൽ നിന്ന് പൂർണ്ണമായും ചെറുത്തു നിൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അനുവദിച്ചൊരു ദിവസമായിരുന്നു ബദറിന്റെ ദിവസം എന്നുള്ളത്. ആ ഒരു ദിനത്തിൽ മുസ്ലിം ഉമ്മത്ത് വെറും 300 ചില്ലാൻ ആളുകൾ മാത്രമായി കൊണ്ട ഒരു യുദ്ധത്തിന് ബദറിലെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കാണുന്ന ഒരു കാഴ്ച എന്നുള്ളത്, അപ്പുറത്ത് മുശ്രിക്കീങ്ങളുടെ ഭാഗത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ആ യുദ്ധത്തിന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ 300 ചില്ലാൻ ദുർബലരായിട്ടുള്ള, നോമ്പ് നോറ്റിട്ടുള്ള ആളുകളെ മുന്നിൽ കാണുമ്പോൾ, അവിടുത്തെ ശക്തികരായിട്ടുള്ള ആളുകളെ, 1000 ചില്ലാൻ ആളുകളെ മുന്നിൽ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കൈകളും മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടൊരു പ്രാർത്ഥന നടത്തുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇട്ടിരുന്ന തന്റെ വസ്ത്രമടക്കം പിന്നിലോട്ട് മറിയുന്ന ഒരു രൂപത്തിൽ 2 കൈകളും മുകളിലോട്ട് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅഅ്തനി, അല്ലാഹുമ്മ ആതി മാ വഅഅ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്ത് നീ എനിക്ക് തരണമെന്ന് തുടങ്ങിക്കൊണ്ടൊരു പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുമ്പോൾ അവിടെ അവസാനമായി പറയുന്നൊരു വാചകമുണ്ട്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, ഈ ഒരു കൂട്ടരെ റബ്ബ് നീ നശിപ്പിക്കുകയാണ് എന്നുണ്ട് എങ്കിൽ ലാ തുഅബദ ഫിൽ അർദ്, റബ്ബേ നിന്നെ ആരാധിക്കുന്ന ഒരു കൂട്ടം ഇവിടെ ബാക്കി ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ആ ഒരു പ്രാർത്ഥന ഒരുപാട് അങ്ങ് നടത്തി കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിക്കൊണ്ട് ആ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, കഫാക മുനാശദതക റബ്ബുക, അല്ലാഹുവുമായിട്ടുള്ള നിങ്ങളുടെ സംഭാഷണം മതിയാക്കുക. ഫഇന്നഹു സയൻജിസു ലക മാ വഅദക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് തരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അവിടെ പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്. ആ പറയുന്ന 300 ചില്ലാൻ ആളുകൾ അങ്ങാനും ഇല്ലാതെയായാൽ അവിടെ ആ ഭൂമി ലോകത്ത് റബ്ബിനെ ആരാധിക്കാൻ ഇനി ആരും തന്നെ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ആരായിരുന്നു പ്രിയപ്പെട്ടവരെ അവരെ ആക്രമിക്കുവാനും അവരെ ഉന്മൂലനം ചെയ്യുവാനും മറു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്? അതെ, മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായിരുന്നു. മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ലേ? അപ്പോ മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ റബ്ബിനെ വിളിച്ച് ആരാധിച്ചിരുന്നില്ലേ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെയാണോ കാണാൻ സാധിക്കുന്നത്? അതേ, റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അവരുടെ കപ്പലുകൾ ആടിയുലയുമ്പോൾ അവർ റബ്ബിനെ വിളിച്ച് തേടും എന്നുള്ളത് തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു രൂപത്തിൽ പ്രാർത്ഥിച്ചു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആരിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയത്? ആരെ ഇല്ലാതാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്? ആരെയാണ് മക്ക മുശ്രിക്കീങ്ങൾ എന്ന വിളിപ്പേര് നൽകിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അതെ, അവർ റബ്ബിനെ വിളിച്ച് തേടിയിരുന്നു, അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു, അവർ റബ്ബിനെ വിളിച്ച് ആരാധിച്ചിരുന്നു. റബ്ബാണ് ഈ ദുനിയാവ് സൃഷ്ടിച്ചത് എന്നുള്ളതും റബ്ബാണ് ഈ ദുനിയാവ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എല്ലാം അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അവർക്കുണ്ടായ പിഴവ് എന്നുള്ളത് റബ്ബിനെ വിളിച്ച് തേടുന്നതിന്റെ കൂടെ അവർ അവരുടെ വിഗ്രഹങ്ങളെ വിളിച്ച് തേടിയിരുന്നു. റബ്ബിനെ വിളിച്ച് തേടുന്നതിന്റെ കൂടെ അവർ നന്മയുള്ള ആളുകളാണ് എന്ന് കരുതി അവരുടെ പിൻഗാമികളെ, അവരുടെ മുൻഗാമികളെ വിളിച്ച് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനെ അവരൊരു ന്യായവും പറഞ്ഞിരുന്നു.
ഈ വിളിച്ചുള്ള തേട്ടവും ഈ പ്രാർത്ഥനയുമെല്ലാം ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് കണ്ടുവന്നതാണ് എന്നുള്ളതും, ഈ പറയുന്ന വിഗ്രഹങ്ങളും ഈ പറയുന്ന ആരാധ്യ വസ്തുക്കളുമെല്ലാം റബ്ബിലോട്ടുള്ള ഞങ്ങളുടെ അടുപ്പത്തെ കൂട്ടും എന്നുള്ളതുമെല്ലാമായിരുന്നു അവർ പറഞ്ഞ ന്യായമെങ്കിൽ, അവരെയാണ് പ്രിയപ്പെട്ടവരെ റബ്ബ് സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങൾ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആനിൽ അവതരിപ്പിച്ചത്. എന്നാൽ അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തും വിജയിച്ചിങ്ങോട്ട് പോന്നിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രാർത്ഥനക്കുത്തരമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ആയത്തിനെ അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ ആ ആയത്ത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഇസ്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലിനെയും സ്വഹാബത്തിനെയും കുറിച്ചും പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു തേടിയപ്പോൾ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ചു തേടിയപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങൾക്കവൻ ഉത്തരം നൽകിയിരിക്കുകയാണ്. എന്നിട്ടോ അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായിക, ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ആ മലക്കുകളുടെ സഹായം വന്നെത്തിയത് പ്രിയപ്പെട്ടവരെ, ആ ബദറിയുടെ യുദ്ധവേളയിൽ ആ മലക്കുകളുടെ സഹായം വന്നെത്തിയത് ഈ പറയപ്പെട്ട മുശ്രിക്കീങ്ങൾക്കെതിരെയാണ് എന്നുണ്ടെങ്കിൽ, അതിൽ ഷഹീദായിട്ടുള്ള ബദരീങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കേരള മണ്ണിൽ, ഇന്ന് നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അനാചാരമാണ് ബദരീങ്ങളെ വിളിച്ചു തേടുക എന്നുള്ളത്. ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്ന് എത്രത്തോളം ഘടകവിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റബ്ബിനെ വിളിച്ച് തേടിയിരുന്നു, പക്ഷേ റബ്ബിനെ വിളിച്ച് തേടുന്നതിന്റെ കൂടെ ഒരുപാട് മറ്റുള്ള ആളുകളെയും വിളിച്ച് തേടിയിരുന്ന ഒരു കൂട്ടം സമൂഹത്തിനെ ഇല്ലാതാക്കാൻ, അവരിൽ നിന്ന് ചെറുത്തു നിൽക്കാൻ ഷഹീദായിട്ടുള്ള ഒരു കൂട്ടം സ്വഹാബത്തിനെയാണല്ലോ ബദരീങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് റബ്ബിനെ പങ്കു ചേർക്കുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഘടകവിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ റമദാൻ എന്നുള്ളത്, ഈ റമദാനിന്റെ ബദറിന്റെ ദിവസങ്ങൾ എന്നുള്ളതെല്ലാം അത് റബ്ബിനെ മാത്രം വിളിച്ചാരാധിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ദിവസമാണ്. അതിൽ ഒരു രൂപത്തിലുമുള്ളൊരു ന്യായീകരണമോ ഒഴിവകഴിവോ ഒരു മനുഷ്യന് ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെ ആണ് ആ ദിവസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തെളിവ് എന്നുള്ളത്. എന്നാൽ ആ ദിവസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനെ പങ്കു ചേർക്കാനായി കൊണ്ട് ആഹ്വാനം ചെയ്യുമ്പോൾ, ആ ബദരീങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനെ, ആ ബദരീങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടത്താൻ, ആ ബദരീങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സഹായ തേട്ടങ്ങൾ റബ്ബല്ലാത്ത ആളുകളിലോട്ട് നടത്താൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് എങ്കിൽ, പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ, പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതല്ല ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു റമദാനിന്റെ ദിനങ്ങൾ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി അത് മാത്രമാണോ? ആ ഒരു രൂപത്തിൽ ഈ പറയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ ശൈലിയും റബ്ബല്ലാത്ത ആളുകളിലോട്ടുള്ള ഒരു വിളിച്ചു തേട്ടവും കാര്യങ്ങളുമെല്ലാം നടത്തിക്കൊണ്ടൊരു മനുഷ്യൻ റമദാനിനെ വീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, റമദാനിൽ നോമ്പുകാരനാകുന്നുണ്ട് എങ്കിൽ, എന്താ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട്, റസൂലേ, അങ്ങക്കെങ്ങാനുമാണ് ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ, ജീവിതത്തിൽ ചെയ്തു വെച്ച എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുമെന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ, ഈ പറയുന്ന രൂപത്തിൽ വിളിച്ചു തേടുകയും അല്ലാഹു അല്ലാത്ത ആളുകളിലോട്ട് സഹായത്തേട്ടവും നടത്തിക്കൊണ്ടൊരു മനുഷ്യൻ നോമ്പുകാരനാകുന്നതിൽ അതിന് റബ്ബിന്റെ പക്കൽ പ്രത്യേകിച്ചൊരു സ്ഥാനവും ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ മുന്നേറുന്നതിന് മുന്നേ, സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നതിന് മുന്നേ,
നമസ്കാരങ്ങളിൽ മുന്നേറുന്നതിന് മുന്നേ എന്റെ വിശ്വാസം ശരിയാണോ എന്നുള്ളത്, എന്റെ അഖീദ ശരിയാണോ എന്നുള്ളത്, എന്റെ ഷഹാദത്ത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ഒരു അവലോകനം നടത്തി അതിനൊന്ന് ശുദ്ധീകരിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ വമ്പിച്ച പരാജയം മുന്നിൽ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു രൂപത്തിൽ നമ്മൾ ദീനിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള സുവർണാവസരങ്ങൾ റബ്ബ് മുന്നിൽ തരുമ്പോൾ അതിനെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുക. സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വരുന്നൊരു ഞായറാഴ്ച ദീനിനെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരം അസറിന് ശേഷം 5 മണിക്ക് തുടങ്ങുന്ന ആ ഒരു സദസ്സിൽ പരമാവധി എല്ലാവരും എത്തിച്ചേരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സംവിധാനം നമ്മളുടെ മുന്നിൽ നിലനിൽക്കുന്നത് ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ്. ഈ ഒരു പള്ളിയും ഇങ്ങനൊരു സൗകര്യവും ഒരുപാട് ആളുകൾക്ക് റബ്ബിനെ വിളിച്ച് തേടാനുള്ള ഒരു സാഹചര്യവുമെല്ലാം നിലകൊണ്ട് പോകുന്നത് ഇതിനെ കൊണ്ട് നടക്കാൻ ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ആളുകളുടെ കൂട്ടത്തിൽ കയറിക്കൂടിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് തന്നെയാണല്ലോ. ഈ ഒരു റമദാൻ, ഈ ഒരു പുണ്യമാസത്തിൽ ആ രൂപത്തിൽ ഈ പള്ളിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആളുകളുമായി സംസാരിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായി കൊണ്ടും കഴിയുന്ന എല്ലാ രൂപത്തിലും സഹായിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിലും വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്തിഗ്ഫാർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്തിഗ്ഫാർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈമാനിന്റെ ദൗർബല്യം കാരണം വന്നു പോകുന്ന ഒരുപാട് ദുർബലതകളെ ഈമാനിന്റെ ശക്തി കൊണ്ട് നേരിടാനുള്ള ഒരു തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ഗുരുനാഥക്കന്മാർക്കും മാതാപിതാക്കൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിനെ കൃത്യമായി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാളെ സ്വർഗം കരസ്ഥമാക്കുന്ന ഒരു കൂട്ടം മുഅ്മിനീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. أقم الصلاة.